മഹാലക്ഷ്മിയുടെ പുതിയൊരു റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ മേഘനാഥനാണെങ്കിൽ മാർക്കോക്ക് ഒരു മുട്ടൻ പണി കൊടുക്കാൻ തന്നെ തീരുമാനിക്കുന്നു. അതനുസരിച്ച് പോലീസ് മാർക്കോനെ അന്വേഷിച്ച് വരുന്നുണ്ട്. അങ്ങനെ മാർക്കോനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു പെണ്ണ് കേസാണെന്നാണ് പോലീസ് പറയുന്നത്. നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല അറിയാം, എന്നാൽ പോലും നിന്നെ എനിക്ക് അറസ്റ്റ് ചെയ്യേണ്ടി വരും, അതുകൊണ്ട് നീ ഞങ്ങളുടെ ഒപ്പം വരണമെന്ന് പറഞ്ഞ് മാർക്കോനെ കൊണ്ട് പോലീസ് പോകുന്നു. പിന്നീട് മാർക്കോനെ കാണാനായിട്ട് വെല്ലുവിളിക്കാനും അതുപോലെ കളിയാക്കാനൊക്കെ ആയിട്ടെല്ലാം നമ്മുടെ മേഘനാഥൻ അവിടേക്ക് എത്തുന്നുണ്ട്. മാർക്കോനോട് പറയുന്നുണ്ട്, നിന്നെ ഞാനിപ്പോൾ പൂട്ടിയില്ലേ, നീ എൻ്റെ അച്ഛനോടും അതുപോലെ പ്രതാപനോടും ചെയ്തതിനുള്ള ശിക്ഷയാണ് നിനക്ക് ഞാനിപ്പോൾ തന്നിരിക്കുന്നത്. ഇതൊന്നും കൊണ്ട് ഞാൻ ഒതുങ്ങില്ല, നിന്നെ ഞാൻ നല്ലൊരു പണി തന്നെ തരുമെന്നെല്ലാം മേഘനാഥൻ പറയുമ്പോൾ മാർക്കോ പറയുന്നുണ്ട്, ചെയ്യാത്ത തെറ്റിനാണ് ഞാനിപ്പോൾ ഇവിടെ വന്ന് കിടക്കുന്നത്, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് എനിക്ക് നന്നായിട്ട് ബോധ്യമുണ്ട്. എന്തായാലും ഞാനിവിടുന്ന് പുറത്തിറങ്ങട്ടെ, നിനക്കിട്ടുള്ള പണി ഞാൻ തന്നിരിക്കുന്നു, നിൻ്റെ അച്ഛന് കൊടുത്ത് ബാക്കിയുള്ളതാണ് നിനക്കിട്ട് ഞാൻ തരാനിരിക്കുന്നതെന്ന് പറയുമ്പോൾ നീ വലിയ വർത്തമാനമൊന്നും പറയാണ്ട് മിണ്ടാണ്ടിരിക്കണം, നീ ആദ്യം ഇവിടുന്ന് ഇറങ്ങുമെന്ന് നീ നോക്കുന്നെല്ലാം മേഘൻ വെല്ലുവിളിക്കുന്നുണ്ട് മാർക്കോനോട്. മാർക്കോ പറയുന്നുണ്ട്, എനിക്ക് പുറത്ത് ആൾക്കാരുണ്ട്, എന്നെ ഇറക്കാനുള്ള കഴിവുള്ളവരൊക്കെ ഉണ്ടെന്ന് മാർക്കോ പറയുന്നുണ്ട്. അങ്ങനെ വെല്ലുവിളിയും കാര്യങ്ങളുമായിട്ട് മേഘനാഥൻ അവിടുന്ന് പോകുന്നു. അങ്ങനെ മഹാലക്ഷ്മി ഓഫീസിലേക്ക് പോകാനുള്ള തയ്യാറെടുക്കുന്ന സമയം ദുർഗ അവിടേക്ക് വരുന്നുണ്ട്. എന്തായാലും നീ നിൻ്റെ വീട്ടിൽ നിന്ന് നല്ല ഫുഡെല്ലാം ഉണ്ടാക്കാൻ പഠിച്ചു വന്നത് കാരണം അതെല്ലാം കൊടുത്ത് കണ്ണനെ കയ്യിലെടുത്തിരിക്കുകയല്ലേ, അത് കാരണം നീ പറയുന്നത് മാത്രമേ ഇപ്പോൾ അവൻ കേൾക്കുള്ളൂ, എന്നിട്ട് അവൻ്റെ കയ്യിലുള്ളതെല്ലാം അങ്ങോട്ട് പിടിച്ചു വാങ്ങിക്കുമെന്ന് പറയുന്നു. ഇത് കേൾക്കുന്ന മഹാലക്ഷ്മി പറയുന്നത്, ഞാൻ ആരുടെ കയ്യിലുള്ളതൊന്നും പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുന്നില്ല, പിന്നെ കണ്ണേട്ടൻ എന്ത് തന്നാലും ഞാൻ 2 കൈ നീട്ടി സ്വീകരിക്കുകയും ചെയ്യുമെന്ന് മഹാലക്ഷ്മി പറയുകയാണ്. ഭർത്താവ് തരുന്നത് വേണ്ടാന്ന് വെക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറയുമ്പോൾ ദുർഗ പറയുന്നുണ്ട്, നീ ഭയങ്കര ബുദ്ധിമതി തന്നെയാണ്, നിൻ്റെ തലച്ചോറ് ഇവിടെ ആർക്കുമില്ല എന്ന് പറയുമ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട്, എല്ലാവർക്കും തലച്ചോറുണ്ട്, ആ തലച്ചോറ് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നില്ല എന്ന് മാത്രം. ആ സമയം അവിടേക്ക് കരുണ വരുന്നുണ്ട്. ഇവളെന്താ അമ്മയെ പറയുന്നതെന്ന് ചോദിക്കുന്നു. അപ്പോൾ ഉണ്ണി പറയുന്നുണ്ട്, എന്ത് പറഞ്ഞാലും മിണ്ടാണ്ടിരിക്കുന്നതാണ് നല്ലത്, അതാണ് എല്ലാവർക്കും നല്ലതെന്ന് പറയുന്ന സമയം കണ്ണൻ അവിടേക്ക് വരുന്നുണ്ട്. അപ്പോൾ കണ്ണനോട് കരുണ ചോദിക്കുന്നു, ഇനി ഞങ്ങൾക്ക് ആർക്കെങ്കിലും കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ടോ, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് വെളിയിലിറങ്ങാണ്ട് അകത്ത് തന്നെ ഇരിക്കാനായിരുന്നു എന്ന് പറയുമ്പോൾ ഞാൻ ആർക്കും കൊട്ടേഷനൊന്നും കൊടുത്തിട്ടില്ല എന്ന് കണ്ണൻ എടുത്ത് പറയുന്നു. പിന്നെ എനിക്കും ഇയാൾക്കും വെച്ച കെണിയിൽ മറ്റാരെങ്കിലും പെട്ടിട്ടുണ്ടെങ്കിൽ അത് അവരെ കയ്യിലിരിപ്പാണെന്ന് കരുതിയാൽ മതിയെന്നെല്ലാം കണ്ണൻ പറയുന്നുണ്ട് കരുണയോട്. അപ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട്, പൊറുക്കാനും മറക്കാനും പറ്റാത്ത എന്തെല്ലാം തെറ്റുകളാണ് നിങ്ങൾ എന്നോടും കണ്ണേട്ടനോടും ചെയ്തിരിക്കുന്നത്, ഞങ്ങൾ ഇതുവരെ നിങ്ങൾക്കൊരു ആപത്ത് വരണമെന്ന് ഞങ്ങൾ ചിന്തിച്ചിട്ട് പോലുമില്ല എന്ന് പറയാണ് മഹാലക്ഷ്മി. എന്തിന്, ഈ വീട്ടിൽ നിന്ന് ഒരാളോട് പുറത്ത് പോകാൻ പോലും കണ്ണേട്ടൻ ആവശ്യപ്പെട്ടിട്ട് പോലുമില്ല, ആ മനസ്സറിയാണ്ട് പോകുന്നതാണ് നിങ്ങളുടെയൊക്കെ പരാജയം എന്ന് പറയുമ്പോൾ കരുണ പറയുന്നുണ്ട്, ഇവളുടെ സംസാരത്തിൻ്റെ സ്റ്റൈലൊക്കെ അങ്ങോട്ട് മാറിയല്ലോ, നിനക്ക് കുറച്ച് സ്റ്റാൻഡേർഡൊക്കെ വന്നിട്ടുണ്ടെന്ന് പറയുകയാണ്. ഇത് കേൾക്കുന്ന കണ്ണൻ പറയുന്നു, അങ്ങനെ ഒരു മാറ്റമൊക്കെ വരണം, കാരണം കമലേഷൻ ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ കണ്ണൻ്റെ ഭാര്യയാണ്, എൻ്റെ സ്വത്തിൻ്റെയും അതുപോലെ ബിസിനസ്സിൻ്റെയും നേർപാതി ഇയാൾക്ക് അവകാശപ്പെട്ടതാണെന്ന് പറയുന്നു. അങ്ങനെ ആവുമ്പോൾ സംസാരത്തിൻ്റെ ഒരു ശൈലി മാറുന്നതുകൊണ്ട് ഒരു കുഴപ്പവുമില്ല എന്ന് കണ്ണൻ പറയുന്നു. ഇത് കേൾക്കുന്നതോടുകൂടി ദുർഗയും കരുണയും ഉണ്ണിയും ആകെ വല്ലാണ്ടാവുകയാണ്. പിന്നീട് കണ്ണൻ ചോദിക്കുന്നുണ്ട്, നീ ഇപ്പം ഇങ്ങോട്ട് ചോദിച്ചല്ലോ കരുണേ, ഞങ്ങൾക്ക് ധൈര്യമായിട്ട് പുറത്ത് പോകാൻ പറ്റുമെന്ന്, അത് തന്നെ എനിക്ക് നിന്നോട് തിരിച്ച് ചോദിക്കാനുള്ളത്, എനിക്കും മഹാലക്ഷ്മിക്കും ധൈര്യപ്പെട്ട് പുറത്ത് പോയിട്ട് ഇതുപോലെ തന്നെ തിരിച്ചിങ്ങോട്ട് എത്താൻ പറ്റുമോ എന്ന് എനിക്ക് നിന്നോട് ചോദിക്കാനുള്ളതെന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ സംസാരങ്ങൾക്കിടയിൽ ഉണ്ണി പറയുന്നുണ്ട്, ഇനി മതി എല്ലാവരും സംസാരിച്ചത്, ഇതിൽ കൂടുതൽ സംസാരിക്കാനൊന്നും നിൽക്കണ്ട, ഇതിൻ്റെയൊക്കെ പിന്നിൽ ആരാണെന്ന് എനിക്കറിയാമെന്ന് ഉണ്ണി പറയുമ്പോൾ ഇത് കേൾക്കുന്ന കണ്ണൻ പറയുന്നു, അങ്ങനെ അറിയാലോ, എന്നാൽ അറിവ് നിൻ്റെ മനസ്സിൽ തന്നെ വെച്ചാൽ മതി എന്ന് പറയുന്നു. അത് പുറത്തേക്ക് വന്നാൽ ചിലപ്പോൾ എനിക്ക് നിലമറന്ന് സംസാരിക്കേണ്ടി വരുമെന്ന് കണ്ണൻ എടുത്ത് പറയുകയാണ് ഉണ്ണിയോട്. ഇതെല്ലാം പറഞ്ഞ കണ്ണനും മഹിയും പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ കരുണ ദുർഗയോട് പറയുന്നുണ്ട്, പണ്ട് ഇവൾക്ക് ഒരുപാട് അടി കിട്ടിയിട്ടുണ്ട് എൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന്, ഇപ്പോൾ അവളെല്ലാം ഗുണ്ടകളെ വെച്ചിട്ട് തിരിച്ച് എൻ്റെ അച്ഛനിക്ക് അവൾ പണി കൊടുത്തുകൊണ്ട് ഇരിക്കുകയാണെന്നെല്ലാം പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.